അടുത്ത OTT വരാൻ പോകുന്ന സിനിമയാണ് നിവിൻ നായകനായിട്ടുള്ള ഫാർമ. ഇത് ഡിസംബർ 19 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് PR അരുണാണ്. ഈ സിനിമ നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രം. ഇനി കുറേ നാളുകൾക്ക് ശേഷം നിവിൻ പോളി നായകനായി എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് ഫാർമ. ഫാർമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം. ഇന്ദ്രൻസ് നായകനായി OTT വന്ന സിനിമയാണ് പ്രൈവറ്റ് ഒരു ഇന്ദ്രൻസ് സിനിമയാണ്. ഇന്ന് OTT വന്നൊരു ആന്തോളജി സിനിമയാണ് ഷെയ്ഡ് ഓഫ് ലൈഫ്. ഇതൊരു ആന്തോളജി സിനിമയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇന്ന് OTT വന്നൊരു വേറൊരു ഹിന്ദി സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഇന്ന് OTT റിലീസായ ഒരു തമിഴ് റൊമാൻറ്റിക് സിനിമയാണ് മിത്രാമണ്ഡലി. നല്ലൊരു റൊമാൻസ് ചിത്രമാണ് മിത്രാമണ്ഡലി. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തെലുഗു സഹിതം. നിഷാൻ സാഗർ, അബു സലീം, മേജർ രവി തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് തെലുഗു സഹിതം. ഇത് തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമാകാത്ത സിനിമയാണ് തെലുഗു സഹിതം. ഇന്ന് OTT വന്ന വേറൊരു ഫിലിപ്പിനോ 18+ പടമാണ് മാഡുലാസ്. ഇതൊരു ഫിലിപ്പിനോ 18+ പടമാണ്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിരിക്കുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണിത്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി സിനിമയാണ് ഹോം ബൗണ്ട്. ഹിന്ദി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇന്ന് OTT വന്നൊരു വേറൊരു പടമാണ് ഇൻലൻഡ്. ഇത് തിയേറ്ററിൽ വരാത്തൊരു സിനിമയാണ് ഇൻലൻഡ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇത് ഞാൻ കാണാത്തൊരു സിനിമയാണ്. അടുത്തായി OTT വന്നൊരു സിനിമയാണ് ബൊഗോണിയ. ഇതൊരു ഇംഗ്ലീഷ് പടമാണ്. ഇംഗ്ലീഷ് പടം കാണുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബൊഗോണിയ. അടുത്തായി OTT വന്നൊരു ഇംഗ്ലീഷ് സിനിമയാണ് ബ്ലൂ മൂൺ. ഇതും ഇംഗ്ലീഷ് പടം ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബ്ലൂ മൂൺ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു വേറൊരു സിനിമയാണ് തമിഴ് സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇതൊരു ത്രില്ലർ ഹൊറർ സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇത് നല്ലൊരു എൻ്റർടൈൻ ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു കിടുക്കാച്ചി തമിഴ് ത്രില്ലർ സിനിമയാണ് ലാറ. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി ഒരു ത്രില്ലർ സിനിമയാണ് ലാറ. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. OTT റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പർമൂല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം. ഒക്ടോബർ 17 തീയതി OTT റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം OTTയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.